എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ കരുതുന്ന ദൈവമാണ്. ഞാൻ ആ കല്യാണത്തിന് പോയിരുന്നു. ആരും എന്നെ അന്വേഷിച്ചതേയില്ല. എൻ്റെ അമ്മ മരിച്ച ദിവസം, ഇന്ന് ഏകാന്തതയിൽ കരയുന്നു. എന്നെ ആരും അന്വേഷിച്ചില്ല, ആരും വിളിച്ചു ചോദിച്ചില്ല, ആരും എനിക്കൊരു കത്തോ ഇമെയിലോ അയച്ചില്ല എന്ന് ദുഃഖിതനായിരിക്കുകയാണോ? ജോലി നഷ്ടപ്പെട്ടപ്പോൾ എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്ന് നിങ്ങൾ വിഷമിക്കുകയാണോ? നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഒരാളുണ്ട്. അവൻ തന്നെ കൃപാനിധിയായ യേശു. 1 പത്രോസ് 5:7 പറയുന്നത് പോലെ, അവിടുന്ന് യേശു നിങ്ങളെ അന്വേഷിക്കുന്നവനായതുകൊണ്ട് നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം അവിടുത്തെ മേൽ വെച്ചു കൊടുക്കുക. മനുഷ്യരോട് പോയി നിങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? ആര് നിങ്ങളെ സഹായിക്കും? ഇന്നലെ ഒരാൾ എന്നെ ഇന്റർവ്യൂ ചെയ്തു. അപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ സുഹൃത്ത് പരിശുദ്ധാത്മാവ് മാത്രമാണ്, എൻ്റെ സ്നേഹിതൻ. പരിശുദ്ധാത്മാവ് ദൈവമായ യേശുവിൻ്റെ ആത്മാവ് തന്നെയാണ്. ഞാൻ എൻ്റെ ജീവിതം കർത്താവിന് എപ്പോൾ സമർപ്പിച്ചുവോ അന്ന് വന്ന് അവിടുന്ന് സംസാരിച്ചു. അവിടുന്ന് പറഞ്ഞു, പോൾ, നിനക്ക് ഇതുവരെ ലോകജീവിതത്തിൽ പാപത്തിൻ്റെ വഴിയിൽ എത്രയോ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇനി ഒരാൾ പോലും നിന്റെ കൂടെ ഉണ്ടാവില്ല. ഞാൻ മാത്രമായിരിക്കും നിന്റെ സ്നേഹിതൻ. ഞാൻ മാത്രമായിരിക്കും നിന്റെ സ്നേഹിതൻ. ഇന്നുവരെ 46 വർഷം അങ്ങനെ അവിടുന്ന് തന്നെ എനിക്ക് സ്നേഹിതനായിരുന്നു. ഒരു ദിവസം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നു, ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകുന്നു, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ പുറത്തു പോകുന്നു, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നു. ഇന്ന് ഞാനും പോകാറില്ല, എൻ്റെ ഭാര്യയും പോകാറില്ല, എൻ്റെ മക്കളും പോകാറില്ല, എൻ്റെ പേരക്കുട്ടികളും പോകാറില്ല. കാത്തിയും പറയും, അപ്പൂപ്പ, എല്ലാവരും വീട്ടിലുള്ളതാണ് എൻ്റെ സന്തോഷം. എനിക്ക് പുറത്തു പോകാൻ ഇഷ്ടമില്ല, പക്ഷേ പ്രാർത്ഥനാ ഗോപുരത്തിൽ പോകാൻ ഇഷ്ടമാണ്, പാട്ടുപാടാൻ പോകാൻ ഇഷ്ടമാണ്, ടെലിവിഷൻ പരിപാടി സംസാരിക്കാൻ പോകാൻ ഇഷ്ടമാണ്, സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ആരുടെയും വീട്ടിൽ പോകാൻ എനിക്കിഷ്ടമില്ല. എനിക്കിത് തന്നെ ധാരാളമാണ് അപ്പൂപ്പ എന്നവൾ പറയും. എത്ര വലിയ കാര്യം! കർത്താവിനോട് ചേർന്നിരുന്ന് കുടുംബത്തോടൊപ്പം ചേർന്നിരുന്നാലും എത്രയോ ലക്ഷം ജനങ്ങൾക്ക് ഒരു സ്നേഹിതനായി അനുഗ്രഹമായിരിക്കുന്നത് എത്ര വലിയ കാര്യമാണ്. ഇതിനെല്ലാം ഒരേ ഒരു വഴി, കർത്താവ് ഞങ്ങളെ അന്വേഷിക്കുന്നവനാണ്. ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം അവിടുത്തെ മേൽ തന്നെ ഞങ്ങൾ അർപ്പിക്കുന്നു. രാവിലെ തന്നെ വിളിച്ചുണർത്താറുണ്ട്. അന്ന് വരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ശരിയായ വചനം നേരത്തെ തന്നെ നൽകും. ആ വചനം വച്ച് പ്രാർത്ഥിക്കാനിടയാക്കും. ആ സമയത്ത് അദ്ദേഹം വന്ന് മറ്റുള്ളവർക്കും കുടുംബാംഗങ്ങൾക്കും മറ്റ് ജനങ്ങൾക്കും രാജ്യത്തെ നേതാക്കൾക്കും ശുശ്രൂഷകർക്കും വേണ്ടി എന്തു ചെയ്യണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു തരും. ആ ദിവസം ഞാനത് ചെയ്യാറുണ്ട്. അന്ന് രാത്രി അവസാനിക്കുമ്പോൾ ഒരു സംതൃപ്തിയോടെ ഉറങ്ങാൻ പോകാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. എന്തു പോരാട്ടം വന്നാലും അവിടെ ഒരു സമാധാനമുണ്ടാകും. ആ സമാധാനം എന്നെ ഒന്നും സംഭവിക്കില്ല, യേശു എന്നെ ഒരുക്കിയിരിക്കുന്നു, ഇന്ന് ഈ വചനം നൽകി എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ നടക്കാൻ സഹായിക്കും. ആ കഷ്ടതകൾക്കെല്ലാം മുകളിലൂടെ നടന്ന് അവയെ അതിജീവിച്ച് ഒരു ദോഷവും ഏൽക്കാതെ സംരക്ഷിക്കപ്പെട്ട് നല്ല പേരോടും പ്രശസ്തിയോടും കൂടി കർത്താവിൻ്റെ ഇഷ്ടം തുടർന്നും ചെയ്യാൻ ശുശ്രൂഷയിലൂടെ, യൂണിവേഴ്സിറ്റിയിലൂടെയും സാമൂഹിക ജീവിതത്തിലൂടെയും പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിലൂടെയും വിജയകരമായി ചെയ്യാനും കുടുംബത്തോടൊപ്പം അത് അനുഭവിക്കാനും അദ്ദേഹം ഇടയാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കാര്യത്തിലും അദ്ദേഹം അതുപോലെ ചെയ്യും. യേശു നിങ്ങളെ കരുതുന്നവനായതുകൊണ്ട് നിങ്ങളുടെ ആകുലതകളെല്ലാം അവൻ്റെ മേൽ വയ്ക്കുക. നിങ്ങളുടെ ഭാരം കർത്താവിൻ്റെ മേൽ വയ്ക്കുക. അവൻ നിങ്ങളെ താങ്ങും. അവൻ നീതിമാനെ ഒരു നാളും കുലുങ്ങുവാൻ അനുവദിക്കുകയില്ല. സങ്കീർത്തനം 55:22. എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം, നമ്മൾ എന്തിലാണ് വിശ്വസിക്കേണ്ടത്? ഒന്നാമതായി, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കണം. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. 1 യോഹന്നാൻ 4:19 അനുസരിച്ച്, അവൻ നമ്മെ മുൻകൂട്ടി സ്നേഹിച്ചതുകൊണ്ട് നമ്മളും അവനെ സ്നേഹിക്കുന്നു. അവൻ നമ്മെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൽ വിശ്വസിക്കണം. അത്രമാത്രം. യേശു എന്നെ സ്നേഹിക്കുന്നു. എന്ത് ദുഃഖം വന്നാലും കഷ്ടപ്പാട് വന്നാലും നിങ്ങൾ അത് തന്നെ പറയുക, ജീസസ് ലവ്സ് മീ.
രണ്ടാമതായി, അവൻ്റെ ശക്തിയിൽ നമുക്ക് വിശ്വസിക്കാം. എഫെസ്യർ 3:20 പ്രകാരം നാം ചോദിക്കുന്നതിനും ചിന്തിക്കുന്നതിനും വളരെയധികമായി നമ്മളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, അതിൽ നാം വിശ്വസിക്കുമ്പോൾ കർത്താവിൻ്റെ ശക്തി വെളിപ്പെടുന്നു. നാം ചോദിക്കുന്നതിനും ചിന്തിക്കുന്നതിനും അപ്പുറം അനുഗ്രഹം ലഭിക്കുന്നു. അവൻ്റെ സ്നേഹത്തിലുള്ള വിശ്വാസം, അവൻ്റെ ശക്തിയിലുള്ള വിശ്വാസം, കർത്താവ് നമുക്കായി എല്ലാം ചെയ്തു തീർക്കും. അവൻ്റെ ശക്തിയാൽ അവൻ എല്ലാം മാറ്റിമറിക്കും. നാം ചിന്തിക്കുന്നതിനും അപേക്ഷിക്കുന്നതിനും അപ്പുറം അവൻ നൽകും. നാം വിചാരിക്കുന്നത് പോലെയല്ല, അതിലും വലുതാണ് അവൻ ചെയ്യുക. കഷ്ടപ്പാടുകൾ ഭയങ്കരമായി വരാം, എന്നാൽ അതിനു മുകളിൽ കർത്താവ് നമ്മെ ഉയർത്തുകയും ബഹുമാനിക്കുകയും ചെയ്യും. നമുക്കൊന്നും നഷ്ടപ്പെടില്ല. ഈ അനുഗ്രഹം കർത്താവ് ഇന്ന് നിങ്ങൾക്ക് നൽകട്ടെ. യേശുവേ, അങ്ങയിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങയിൽ വിശ്വസിക്കുന്നവൻ അഭിവൃദ്ധി പ്രാപിക്കും. ദയവായി അവർ തങ്ങളുടെ ഭാരങ്ങളെല്ലാം ഇപ്പോൾ അങ്ങയുടെ മേൽ വയ്ക്കുമ്പോൾ അത് സ്വീകരിക്കണമേ, സ്വീകരിക്കണമേ. നീതിമാനെ ഒരിക്കലും തളർത്തുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഈ കൃപ അവർക്ക് നൽകണമേ, നൽകണമേ. ഭാരങ്ങൾ നീക്കി സമാധാനത്തോടെ ഇന്ന് ജീവിക്കാൻ ഇടയാക്കണമേ. ഇന്ന് എല്ലാ വാതിലുകളും അവർക്കായി തുറക്കപ്പെടട്ടെ. അവർ ഐശ്വര്യവും പൂർണ്ണതയും പ്രാപിക്കട്ടെ. പ്രത്യാശയോടെ ജ്ഞാനത്തിൽ അവർ ഉയരട്ടെ. യേശുവിൻ നാമത്തിൽ ആമീൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരം. നിങ്ങളുടെ വീടിനടുത്തോ, നിങ്ങളുടെ പട്ടണത്തിലോ, നിങ്ങളുടെ ഗ്രാമത്തിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിലോ ഉണ്ടെങ്കിൽ അവിടേക്ക് നിങ്ങൾ കടന്നു ചെല്ലുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനയുടെ ധീരന്മാർ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അവിടെ നടക്കുന്ന യോഗങ്ങളിൽ നിങ്ങൾ തീർച്ചയായും പങ്കുചേരുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാ കെട്ടുകളും അഴിയുന്നു, ശക്തി ലഭിക്കുന്നു, പൂർണ്ണ വിജയം നേടാൻ കർത്താവ് സഹായിക്കുന്നു. ഒരു വശത്ത് നിങ്ങൾ അത്ഭുതങ്ങൾ പ്രാപിക്കുന്നു, എന്നാൽ കർത്താവിൽ നിങ്ങൾ നിരന്തരം ശക്തിപ്പെടണം, അവനെ മുറുകെ പിടിക്കണം. അതിനാണ് പ്രാർത്ഥനാ ഗോപുരം. നിങ്ങൾ വരൂ. കൂടാതെ ദൈവഹിതം എങ്ങനെ നിറവേറ്റാം, കുടുംബം എങ്ങനെ നയിക്കാം എന്ന് പഠിപ്പിക്കാനായി പ്രാർത്ഥനാ പരിശീലന പരിപാടിയുണ്ട്. പ്രാർത്ഥനയുടെ പരിശീലന ക്യാമ്പ്. പ്രാർത്ഥനാ ഗോപുരത്തിൽ ഇത് ഇടയ്ക്കിടെ നടത്താറുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കെടുക്കാം. നിങ്ങളുടെ ജീവിതം മാറും, കുടുംബം മാറും. നിങ്ങൾ ഉറച്ചു നിൽക്കും. നിങ്ങൾ ഒരിക്കലും കുലുങ്ങുകയില്ല. നിങ്ങൾ ഉയർത്തപ്പെടും. അതുകൊണ്ട് ഈ പ്രാർത്ഥനാ ഗോപുരങ്ങൾ നിങ്ങൾക്കൊരു അഭയസ്ഥാനമാകട്ടെ. വന്ന് അനുഗ്രഹം പ്രാപിക്കൂ. അവിടെ സേവനം ചെയ്യാനും കടന്നു വരൂ. വരുന്നവർക്ക് നിങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്കാം. അവരുടെ അപേക്ഷകൾ നിങ്ങൾക്ക് എഴുതി നൽകാം. പ്രാർത്ഥനാ വീരനാകാം. ഫോണിലൂടെ പ്രാർത്ഥിക്കാം. എത്ര വലിയ ഭാഗ്യമാണിത്! ആഴ്ചയിൽ 1, 2, 3 മണിക്കൂർ വന്ന് സേവനം ചെയ്യൂ. നിങ്ങളുടെ കുടുംബത്തിന് കർത്താവ് വലിയ പ്രതിഫലം നൽകും. മക്കൾക്ക് നിങ്ങൾ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കാം. പാട്ടുകൾ പഠിപ്പിക്കാം. ഞായറാഴ്ചകളിൽ ആരാധനയിൽ പങ്കെടുത്ത് കീബോർഡ് വായിക്കാം. ആരാധന നയിക്കാം. വരൂ, അനുഗ്രഹം നേടൂ, അനുഗ്രഹം നൽകൂ. യേശുവിൻ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. Precious Vidya Manoj, thank you so much for your thank offering, which is a blessing to millions of people. May the Lord's blessing come upon you in that measure. പ്രിയപ്പെട്ട വിദ്യാ മനോജ്, നിങ്ങൾ കൃതജ്ഞതയോടെ നൽകിയ സ്തോത്ര കാഴ്ചയ്ക്ക് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അത് ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഒരു അനുഗ്രഹമാകുന്നു. അതേ അളവിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വർഷിക്കപ്പെടട്ടെ. According to 1 Chronicles 22:11, the Lord be with you and may you have success. 1 ദിനവൃത്താന്തം 22:11 പ്രകാരം യഹോവ നിന്നോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നിനക്ക് വിജയം നൽകട്ടെ. Father, bless Vidya Manoj and give her great success in the CTET 2 exam and OST 2 exam and give her the top rank in Jesus' name and good health. കർത്താവേ, പ്രിയപ്പെട്ട മകളെ അങ്ങ് അനുഗ്രഹിക്കണമേ. പരീക്ഷകളിൽ മകൾക്ക് ഉന്നത വിജയം നൽകണമേ. യേശുവിന്റെ നാമത്തിൽ നല്ല ആരോഗ്യവും ടോപ്പ് റാങ്കും നൽകി മകളെ ആശീർവദിക്കണമേ. Manoj, both the jobs to be permanent and blessings in the family. മനോജിനെ അനുഗ്രഹിക്കണമേ. 2 ജോലികളും സ്ഥിരമാകട്ടെ. കുടുംബത്തിൽ ആശീർവാദങ്ങൾ ചൊരിയണമേ. Sada Nair have healing from obesity and
have great success in their studies and a golden future. ശ്രദ്ധാ നായർക്ക് രോഗത്തിൽ നിന്ന് പൂർണ്ണ വിടുതലും പഠനത്തിൽ ഉന്നത വിജയവും ശോഭനമായ ഭാവി ജീവിതവും ഉണ്ടാകട്ടെ. Vimal Krishnan, let him get back the settlement money and have an own house and a blessed job and transformation and be healed in his spirit. പ്രിയപ്പെട്ട വിമൽ കൃഷ്ണനെ സെറ്റിൽമെന്റ് മണി തിരികെ ലഭിക്കട്ടെ. സ്വന്തമായി ഒരു വീടും അനുഗ്രഹീതമായ ഒരു ജോലിയും മാനസാന്തരവും ആത്മാവിൽ സൗഖ്യവും ഉണ്ടാകട്ടെ. Lord bless Luke with wisdom, have great success in their studies and a golden future and good health. കർത്താവെ, ദൈവിക ജ്ഞാനവും പഠനത്തിൽ ഉന്നത വിജയവും ശോഭനമായ ഭാവി ജീവിതവും നല്ല ആരോഗ്യവും നൽകി പ്രിയപ്പെട്ട ലൂക്കിനെ ആശീർവദിക്കണമേ. And Mrs. Thangamani with healing in the body in the name of Jesus. പ്രിയ സഹോദരിക്ക് ശരീരത്തിൽ സൗഖ്യം നൽകണമേ യേശുവിന്റെ നാമത്തിൽ. Amen. God bless you.